നമസ്തേ. ഞാൻ മായ ജയമോഹൻ. 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി സൂര്യൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കുംഭൻ രാശിയിൽ ശനി ബുധനോടൊപ്പം ഇരിക്കുകയാണ്. അതിലേക്കാണ് സൂര്യനും കൂടി പ്രവേശിക്കുന്നത്. അതായത് സൂര്യനും ശനിയും ബുധനും കൂടി ഫെബ്രുവരി മാസം 12-ാം തീയതി മുതൽ ഫെബ്രുവരി 26 വരെ കുംഭൻ രാശിയിൽ ഉണ്ടായിരിക്കും. ഫെബ്രുവരി മാസം 26-ാം തീയതി ബുധൻ കുംഭൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബുധൻ സൂര്യനുമായിട്ട് യോഗം ചെയ്യുമ്പോൾ അവിടെ ബുധ ആദിത്യ യോഗം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ സൂര്യനും ശനിയും രണ്ട് ശത്രുഗ്രഹങ്ങളാണ്, അവരുടെയും യോഗം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു രാശി മാറ്റം കുറച്ച് പ്രത്യേകതകൾ ഉള്ളതാണ് എന്ന് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 11-ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെയും ബുധൻ്റെയും ശനിയുടെയും സഞ്ചാരം. അപ്പോൾ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള സമയമാണിത്. അതായത് 11-ാം ഭാവം വളരെയധികം ഗുണങ്ങളെ നൽകുന്നു. വിത്തസ്യ ലാഭവും ദുഃഖനാശവും, പൈസകൾ വന്നു ചേരുന്നു, സങ്കടങ്ങൾ മാറിപ്പോകുന്നു. പണം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ, അതായത് ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം, വീട് പണി പൂർത്തിയാകാതിരിക്കുന്നവർക്ക് അത് പൂർത്തിയായി കിട്ടുന്ന സമയം, അതുപോലെ നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രമോഷനോ മറ്റുള്ളതോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, പുതിയ ജോബ് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, അവർക്കെല്ലാം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും. മേടൻ രാശിയിൽപ്പെട്ട പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഉന്നതമായ പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം, ഇൻ്റർവ്യൂകളിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു കാലഘട്ടം. ബുധൻ സൂര്യനുമായിട്ട് ചേരുമ്പോൾ ബുധ ആദ്യത്തെ യോഗം ഉണ്ടാകുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്ന ഒരു സമയം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ പോലുള്ള വിഷയങ്ങളിൽ വിജയമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. പരീക്ഷകളിലും കുഞ്ഞുങ്ങൾക്ക്, അതേപോലെ തന്നെ എഴുത്ത് പരീക്ഷകളിലും നന്നായിട്ട് ആൻസർ അപ്പിയർ ചെയ്യുന്നതിന്, പ്രസൻറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു മേടം രാശിക്കാരെ സംബന്ധിച്ച്, കച്ചവടക്കാർ, സ്വയം തൊഴിൽ, എന്തെങ്കിലും സ്വന്തമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർ, പൊതുവിൽ പറഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത്. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സംരംഭങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും പേപ്പർ വർക്കുകൾ മുടങ്ങിയിരിക്കുകയായിരുന്നെങ്കിൽ അതെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇടവം രാശിക്കാർ, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവൻ രാശിക്കാർക്ക് അവരുടെ 10-ാം ഭാവത്തിലൂടെയാണ് ബുധൻ്റെയും ശനിയുടെയും സൂര്യൻ്റെയും സഞ്ചാരം. അപ്പോൾ കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്നു എന്നാൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു കിട്ടും. പ്രൊമോഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക്, ഓട്ടോണമസ് ബോഡികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങളെ ധാരാളമായി കിട്ടുന്ന ഒരു സമയം. അതുപോലെ കുട്ടികൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടം. പബ്ലിക് ഇൻറ്ററാക്ഷനോടുകൂടി ജോലി എടുക്കുന്ന ആൾക്കാർക്ക്, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സിനിമ, സാഹിത്യ, സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, മീഡിയകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഇൻ്റർവ്യൂകളിൽ പാസ്സാകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സംസാരം കൊണ്ട് ആൾക്കാർ ഇമ്പ്രസ് ആയിട്ട്, അങ്ങനെ ഈ പബ്ലിക് ഇൻറ്ററാക്ഷനോടുകൂടി ജോലി എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ, അതുപോലെ തന്നെ പിന്നെ പരീക്ഷകളിൽ വിജയിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയം. പിന്നെ ഈ ആൾക്കാർ, ലേബർ സപ്ലൈകൾ നടത്തുന്ന ആൾക്കാർ, പബ്ലിക്കിൽ ഇറങ്ങി വന്ന് പബ്ലിക്കുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ഈ ഒരു രാശിമാറ്റം ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 9-ാം ഭാവത്തിലൂടെയാണ് ഈ 3 ഗ്രഹങ്ങളുടെയും സഞ്ചാരം. അതായത് സൂര്യനും ശനിയും ബുധനും. അപ്പോൾ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർ, ജോലി അന്വേഷിച്ചിരിക്കുന്നവർ, അവർക്കൊക്കെ ഗുണകരമായ സമയം. വിദേശത്ത് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത്. എന്നാൽ പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്.
അസിഡിറ്റി പോലത്തെ വിഷയങ്ങളെ, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോ അച്ഛനുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയം. കാരണം അതിലെന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ സൂര്യനുമായിട്ട് ചേർന്ന ശനി ആയതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പം നമ്മുടെ ഭൃത്യന്മാർ, അതായത് നമ്മുടെ സബോർഡിനേറ്റ്സ്, അതുപോലെ നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇട്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ, ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. ആ ഒരു വിഷയത്തിലും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് എന്ന് തന്നെ പറയണം. ഭാഗ്യാദി വർധന ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകുന്നതിന് എംബസിയുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂകളോ അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്വാളിഫൈ ചെയ്യുന്ന സമയമാണ്. IELTS പോലുള്ള പരീക്ഷകൾ, OET പോലുള്ള പരീക്ഷകൾ, വിദേശവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പോകാനിരിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ വിദേശത്ത് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് PR പോലത്തെ കാര്യങ്ങൾ, അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു മനോഹരമായ സമയം. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകിച്ചും ഓവർസീ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകൻ രാശിക്കാരുടെ അവരുടെ 8ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെയും ബുധൻ്റെയും ശനിയുടെയും സഞ്ചാരം. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടത്തിന് മുകളിലോട്ട് എന്തെങ്കിലും രോഗമുള്ളവർ, അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ, കണ്ണ്, ചെവി മുതലായ ഭാഗങ്ങളിൽ വിഷമത ഉള്ളവർ, ജോയിൻറ്റ് പെയിൻസ്, അൾസർ, പൈൽസ് പോലുള്ള രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർമ്മരംഗങ്ങളിൽ ചെറിയ തടസ്സമുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി സംസാരത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരം മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യത, ശത്രുക്കൾ വർദ്ധിക്കുന്നതിന് സാധ്യത. അപ്പോൾ ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ നമ്മുടെ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും ശിവനെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം. ഭഗവാന് ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ അർച്ചനകൾ ചെയ്യുന്നതും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ചന്ദ്രശേഖരാഷ്ടകം കേൾക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ഇതര മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രധാന വേറൊരു കാര്യം, കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ 8ലാണല്ലോ ശനി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സൂര്യനും കൂടി വന്നു ചേർന്നത് കൊണ്ടാണ് രോഗങ്ങൾക്ക് സാധ്യത കൂടുതൽ പറയാനുണ്ടായ കാരണം. ഗോൾ ബ്ലാഡർ പോലുള്ള ഭാഗങ്ങളിൽ കരളുമായിട്ട് ബന്ധപ്പെട്ടത്, കഫ സംബന്ധമായിട്ട് വിഷയങ്ങൾ, ഇതൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത്. അടുത്തത് മകം, പൂരം, ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാർക്ക് അവരുടെ 7ാം ഭാവത്തിലൂടെയാണ് ഈ 3 ഗ്രഹങ്ങളുടെയും സഞ്ചാരം. അപ്പോൾ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഡെയിലി ഇൻകം വർദ്ധിക്കുന്ന സമയമാണ്. അതായത് കച്ചവട രംഗത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, സ്വയം നിത്യവരുമാനമുള്ളവർ, അവർക്ക് ഡെയിലി ഇൻകം വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, കുടുംബത്തിനകത്ത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. സ്ത്രീകളായിട്ടുള്ളവർക്ക് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യത, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് ഗുണങ്ങളെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. അടുത്തത് കന്നിരാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നിരാശിയുടെ 6ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെയും ബുധൻ്റെയും ശനിയുടെയും സഞ്ചാരം. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. എല്ലാ രംഗത്തും വിജയമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പക്ഷെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ബുദ്ധിമുട്ടുകൾ, അതായത് ചിലപ്പോൾ അവരെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലിയെടുക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. 2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക. അതായത് നന്നായിട്ട് കുറച്ച് ഒന്ന് സംസാരം കൺട്രോൾ ചെയ്ത് പോകേണ്ട ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലിയെടുക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അതുപോലെ കരിയറിൽ മൊത്തത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫ്, ഡെയിലി വരുമാനം വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്.
ഒരു ശ്രദ്ധ ഈ സംസാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതലായിട്ട് കൂട്ടുകാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. അപ്പോൾ അവർ ചതിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അടുത്തത് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരുടെ 5-ാം ഭാവത്തിലൂടെയാണ് ഈ 3 ഗ്രഹങ്ങൾ, സൂര്യൻ്റെയും ശനിയുടെയും ബുധൻ്റെയും സഞ്ചാരം. അപ്പോൾ ത്രികോണഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഗുണഫലങ്ങളെ കൊടുക്കും. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ടൈമാണ് ഇത്. പ്രത്യേകിച്ച് മീഡിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ജോലി എടുക്കുന്നവർ, പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി എടുക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഗുണപ്രദമാണ്. ഡാൻസ്, പാട്ട്, അഭിനയം, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ കുറച്ച് നല്ല സമയമായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് റൈറ്റിംഗ് സ്കില്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും എഴുതി വല്ല പിന്നെ സോഷ്യൽ മീഡിയകളിൽ ഏതിലെങ്കിലും ഇടുകയാണെങ്കിൽ വൈറലാവാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലങ്ങളെയാണ് തരുന്നത്. കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ഒരു അറ്റാച്ച്മെൻറ്റ്, കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ നല്ല ഒരു ഐക്യമൊക്കെ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ തുലാം രാശിക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം എന്ന് തന്നെ പറയാം. അടുത്തത് വൃശ്ചികൻ രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിയുടെ 4-ാം ഭാവത്തിലൂടെയാണ് ഇവരുടെ സഞ്ചാരം, സൂര്യൻ്റെയും ശനിയുടെയും ബുധൻ്റെയും സഞ്ചാരം. അപ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി നമ്മൾ കച്ചവടം നടത്താൻ കച്ചവടം നടത്താൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ച് കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് നടക്കും. അതുപോലെ വാങ്ങാൻ ഒരുപാട് നോക്കി ഇതുവരെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാലഘട്ടം. അത് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഭൂമി വ്യാപാരം, പ്രോപ്പർട്ടി സെയിൽ ചെയ്യുക, വീട് വെച്ച് വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഒരു റിവാർഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നല്ല ഗുഡ് ടൈമാണെന്ന് പറയാം. കാരണം ധാരാളമായിട്ട് നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും വരുമാന വർധന ഉണ്ടാകുന്നതിനൊക്കെ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാർക്ക് അവരുടെ 3-ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെയും ബുധൻ്റെയും ശനിയുടെയും സഞ്ചാരം. അപ്പോൾ നമ്മുടെ ഈ ധനുരാശിക്കാർക്ക് അവരുടെ കോൺഫിഡൻഷ്യൽ ലെവലൊക്കെ ഒന്ന് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചാൽ മാത്രമേ ഒരു കാര്യത്തിന് നന്നായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നതിന് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങുകയും അതിനകത്ത് വിജയം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഹൈലി പ്രൊഡക്റ്റീവ് ടൈം എന്ന് തന്നെ പറയാം ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. സഹോദര ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ്. നല്ലപോലെ നല്ല വാർത്തകളൊക്കെ കേൾക്കുന്നതിന്, അതായത് എന്തെങ്കിലും സന്തോഷങ്ങൾ മക്കളെ കൊണ്ടോ സഹോദരങ്ങളുടെ ഭാഗത്തോ ഭാര്യയുമായി ബന്ധപ്പെട്ടോ നല്ല സന്തോഷകരമായ വാർത്തകളൊക്കെ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. ഇപ്പം ഏറ്റവും ഹൈലി പ്രൊഡക്റ്റീവ് എന്ന് തന്നെ പറയണം. നല്ലൊരു സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ യോഗം കൊടുക്കുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന കാൽഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 2-ാം ഭാവത്തിലൂടെയാണ് ഈ 3 ഗ്രഹങ്ങളുടെയും സഞ്ചാരം. അപ്പോൾ സേവിങ്സ് വർദ്ധിക്കുന്ന സമയമാണ്. ഇൻകം വർദ്ധിക്കും, പക്ഷേ ശത്രുക്കൾ സ്വന്തം നാവ് കൊണ്ട് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം. സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് അതിനൊക്കെ ചേഞ്ച് വരുന്ന സംസാരത്തിൽ നമ്മളൊരു മിതത്വം പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീടിനകത്തും നമ്മുടെ കരിയറിൽ ഗ്രോത്ത്, നമ്മുടെ കർമ്മരംഗത്ത് ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്ന, വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ്. ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന സമയം. നമ്മുടെ ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഈ മകരം രാശിക്കാരായ ആൾക്കാരോട് ഒരു ഇമ്പ്രഷനൊക്കെ തോന്നിയിട്ട് പ്രൊമോഷനോ ശമ്പളം കൂടുതലോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന, അതായത് ഇത്തരത്തിലുള്ള നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് മകരം രാശിക്കാർക്കും ഉണ്ടാകുന്നത്.
അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭൻ രാശിയിലാണ് സൂര്യൻ്റെയും ബുധൻ്റെയും ശനിയുടെയും യോഗം ഉണ്ടാകുന്നത്. അപ്പോൾ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ശത്രുക്കൾ ഉണ്ടാകും, വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ സൂര്യൻ നമുക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ, അതായത് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക, അസിഡിറ്റി ഉള്ളവർ ശ്രദ്ധിക്കുക. പക്ഷെ ഒരു നമുക്കൊരു ഒരു ചെറിയൊരു സന്തോഷം, അതായത് കരിയറിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കില്ല. ശത്രുക്കളും ധാരാളം ഉണ്ടാകുന്ന ഒരു സമയം. നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ള ആൾക്കാർ, അതായത് നമ്മുടെ ആ ഒരു സംസാര രീതി കേൾവിക്കാരനെ ഇമ്പ്രസ് ചെയ്യുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ ശത്രുക്കൾ ഉണ്ടാകും, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദേശത്തിരിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അവിടെ ജീവിക്കുന്നവർ, അവിടെ ബിസിനസ് ചെയ്യുന്നവർ, പഠിക്കാൻ പോയിരിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ നല്ലതാണ്. പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. പക്ഷേ നമ്മുടെ നിയമപരമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടാതെ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികമായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം. ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ്. കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു നല്ല സമയം തന്നെയാണ് ഈ ഒരു രാശിമാറ്റം എന്ന് പറയാം. അപ്പോൾ ഇതാണ് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും സൂര്യൻ്റെ ഈ ഒരു കുംഭൻ രാശിയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ കുംഭൻ രാശിയിലുള്ള പ്രവേശം കൊടുക്കുന്നത്. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.